നസ്കർ CPIM ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ക്യാപ്സ്യൂൾ നിർമ്മാണത്തിലൂടെയാണ്. ഒരു വിഷയത്തിലും ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നില്ല. VD സതീശൻ്റെ ജനപ്രീതി അത്രമാത്രം ശക്തമാണ്. സതീശനെ ആദ്യ ദിനം മുതൽ അപമാനിക്കുന്ന തരത്തിൽ ക്യാപ്സ്യൂളുകൾ നിർമ്മിക്കുന്നു. സത്യപ്രതിജ്ഞാ ദിനത്തിൽ തുടങ്ങിയതാണ്. സതീശൻ തൻ്റെ പിതാവിൻ്റെ പേര് പറഞ്ഞപ്പോൾ സതീശന് അന്നു മുതൽ ഇവർ പദ്ധതിയിട്ട് മേനോൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ സതീശൻ്റെ പിന്നാലെ നടന്ന് ക്യാപ്സ്യൂൾ നിർമ്മാണത്തിലൂടെ ഇവർ ഒരുമിച്ച് കൂവിത്തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഏറ്റവും ഒടുവിൽ ജിജി ജോൺ എന്നു പേരുള്ള ഒരു DYFAക്കാരി അവരുടെ പിതാവ് കടലിൽ കാണാതെ പോയപ്പോൾ ക്യാപ്സ്യൂൾ നിർമ്മാണത്തിന് വേണ്ട വളമൊരുക്കി കൊടുത്തു. പക്ഷേ ജനവികാരം എതിരായപ്പോൾ അവർക്ക് പിന്മാറേണ്ടി വന്നു. കാണാതെ പോയ പിതാവിനോടുള്ള സഹതാപം പോലും ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന തരത്തിലായി ആ ക്യാപ്സ്യൂൾ കൃഷി. പിണറായിയുടെ കാലത്ത് പ്രസിദ്ധീകരിച്ച PSC റാങ്കിൽ നിന്നും നിയമനം കിട്ടാത്തതിൻ്റെ പേരിൽ സമരം നടത്തിയ PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പന്തലിൽ പോയിരുന്നായിരുന്നു അടുത്ത ക്യാപ്സ്യൂൾ നിർമ്മാണം. പിണറായിക്ക് കഴിയാത്ത പരിഹാരം VD സതീശൻ ഉണ്ടാക്കിയപ്പോൾ അതും ചീറ്റിപ്പോയി. അങ്ങനെ നിർമ്മിക്കുന്ന ക്യാപ്സ്യൂളെല്ലാം CPMകാരുടെ പൃഷ്ഠത്തിൽ വന്ന് തിരിച്ചുകൊള്ളുന്ന ദയനീയമായ സ്ഥിതിക്കിടയിലും അവർ ക്യാപ്സ്യൂൾ നിർമ്മാണം അവസാനിപ്പിച്ചിട്ടില്ല. ഈ ക്യാപ്സ്യൂൾ കൃഷിയുടെ കൊട്ടേഷൻ മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ദേശാഭിമാനിയാണ്. AKG സെന്ററിൽ തീരുമാനിച്ച് ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച് സഖാക്കൾ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഉത്തരവ്. പുതിയ ക്യാപ്സ്യൂൾ ദേശാഭിമാനി ഇങ്ങനെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു: മുഖ്യമന്ത്രിക്കെതിരെ മിണ്ടരുത്, പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്കും വിലക്ക്. രാഷ്ട്രീയ വിമർശനത്തോട് കടുത്ത അസഹിഷ്ണുത പ്രഖ്യാപിച്ച് വാർത്താ വിലക്കുമായി മുഖ്യമന്ത്രി VD സതീശൻ. തനിക്കെതിരായ മുഴുവൻ വാർത്തകളും ഉള്ളടക്കങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയാണ് അപ്രഖ്യാപിത വിലക്ക്. കേന്ദ്ര സർക്കാർ സഹായത്തോടെയുള്ള നീക്കം അടിയന്തരാവസ്ഥ കാലത്തെ സെൻസർഷിപ്പിന് സമാനം. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്ന പ്രമുഖ മാധ്യമങ്ങളുടെ 50ഓളം വാർത്തകളും കാർഡുകളുമാണ് 24 മണിക്കൂറിനുള്ളിൽ നീക്കിയത്. UDF സർക്കാരിൻ്റെ സെൻസർഷിപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രസ്താവന ഉൾക്കൊള്ളിച്ച മാധ്യമങ്ങളുടെ കാർഡുകളും നീക്കി. ഓൺലൈൻ മാധ്യമമായ T21 ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമായി. കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ചാണ് മെറ്റ വഴിയുള്ള വാർത്താ വിലക്ക്. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഈ ക്യാപ്സ്യൂൾ ഉണ്ടാക്കുന്ന മണ്ടന്മാരായ സഖാക്കൾ ഒരു കാര്യം തിരിച്ചറിയണം: സംസ്ഥാന സർക്കാരിന് മെറ്റയുമായി ഒരു ഇടപാടുമില്ല. മെറ്റയുടെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റയിലെയും വാട്സാപ്പിലെയും ഒക്കെ സന്ദേശങ്ങൾ നീക്കം ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാർ വിചാരിക്കണം. കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയല്ല, കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന BJP ആണ്. എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ വിചാരിച്ചാലും അത്ര എളുപ്പത്തിൽ അങ്ങ് മെറ്റ നീക്കം ചെയ്യില്ല. അവർക്ക് അവരുടെ പോളിസിയുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാരിന് സാധിക്കുന്ന ഒരു വഴിയുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കേസെടുത്ത് ആ കേസിൻ്റെ വിശദാംശങ്ങളോടെ സംസ്ഥാനത്തെ അന്വേഷണ ഏജൻസി മെറ്റയെ വിവരം അറിയിച്ചാൽ, അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് കാണിച്ചാൽ മെറ്റ അത് നീക്കം ചെയ്യും. അങ്ങനെയായിരുന്നു പിണറായിയുടെ കാലത്ത് അവർ ഈ വൃത്തികേട് കാണിച്ചിരുന്നത്. VD സതീശൻ്റെ അഭിമുഖം പിണറായിക്ക് ദോഷമാകുമെന്ന് കരുതി പോലീസിനെ കൊണ്ട് മെറ്റയ്ക്ക് കത്തെഴുതിപ്പിച്ച് ആ അഭിമുഖം പിൻവലിപ്പിച്ച ടീമുകളാണ് ഇവരെന്നോർക്കണം. മറുനാടൻ്റെ ഫേസ്ബുക്ക് പേജ് പൂട്ടിക്കെട്ടണമെന്നാവശ്യപ്പെട്ട് മെറ്റയുടെ പോളിസി അനുസരിച്ചുള്ള ഒരു കേസിലും പ്രതിയാവാതിരിക്കവേ ബോധപൂർവം എടുത്ത കള്ളക്കേസിൻ്റെ പേരിൽ മറുനാടൻ്റെ ഫേസ്ബുക്ക് പേജ് പൂട്ടിക്കെട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കത്തെഴുതിച്ചത് പിണറായിയുടെ ഭരണകാലത്തായിരുന്നു. ആ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ആഴ്ചകളോളം മെറ്റ സസ്പെൻഡ് ചെയ്തിരുന്നു. ആരെങ്കിലും പിണറായിക്കെതിരെ വാർത്ത എഴുതിയാൽ അതൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞ് പിണറായിയുടെ ഫാക്ട് ചെക്കേഴ്സ് പരാതി കൊടുപ്പിച്ച് പോലീസിനെ കൊണ്ട് നീക്കം ചെയ്യിപ്പിച്ചതിൻ്റെ കാലം വിദൂരമല്ല. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ അത്തരത്തിൽ ഒരു കാര്യവും ചെയ്യുന്നില്ല, ചെയ്തതിന് തെളിവില്ല എന്നിരിക്കെ ഇവർ ഈ ക്യാപ്സ്യൂളുകൾ സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? VD സതീശൻ്റെ പ്രസ്താവനകൾ മെറ്റ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടാണ് കാരണം. ഒന്ന്, മെറ്റയ്ക്ക് ഒരു പോളിസി ഉണ്ട്. വ്യാജ കഥകൾ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിഞ്ഞ് അത് നീക്കം ചെയ്യാൻ മെറ്റയുടെ ഫാക്ട് ചെക്കിംഗ് വിഭാഗം പ്രവർത്തിക്കുന്നു. നിരന്തരമായി നുണ ഉൽപ്പാദിപ്പിച്ച് നാട്ടുകാരെ പറ്റിക്കാം എന്ന് കരുതി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതൊക്കെ നുണയാണെന്ന് തിരിച്ചറിയാൻ മെറ്റയുടെ നിർമ്മിതി ബുദ്ധിക്ക് കഴിവുണ്ട്. അവരതുകൊണ്ട് നീക്കം ചെയ്യുന്നു. മാത്രമല്ല, കേന്ദ്ര സർക്കാരും മെറ്റയും തമ്മിൽ ഭിന്നത രൂക്ഷമായപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ മാപ്പ് പറയേണ്ടി വന്നു മെറ്റയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ മേൽ കൂടുതൽ ജാഗ്രതയാണ് മെറ്റ ഇപ്പോൾ പുലർത്തുന്നത്. രാഷ്ട്രീയമായ വിമർശനങ്ങളെ മെറ്റ അസഹിഷ്ണുതയോടെയാണ് കാണുന്നത്. കേന്ദ്ര സർക്കാരുമായി യുദ്ധം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഈ രണ്ട് കാര്യങ്ങളും ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ പല പോസ്റ്റുകളും നീക്കം ചെയ്യുന്നത്. അതിന് VD സതീശന് പുറത്ത്
കുതിര കയറിയിട്ട് കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തൻ്റെ ഫേസ്ബുക്ക് ഇന്നേ വരെ ലോഗിൻ ചെയ്യുകയോ പോട്ടെ അതിലൊന്ന് കയറി നോക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫേസ്ബുക്ക് പോയിട്ട് കമ്പ്യൂട്ടറിൽ 10 വിരൽ കൊണ്ട് സ്പർശിക്കാനുള്ള ശേഷി പോലും ഈ പിണറായി വിജയൻ ഉണ്ടെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ആരൊക്കെയോ പിണറായിയുടെ പേജിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് പിണറായിയുടെ അഭിപ്രായമായി ഇവിടെയുള്ള വിവരം കെട്ട അടിമകൾ പ്രചരിപ്പിക്കുന്നു. പിണറായിയുടേത് എന്ന പേരിൽ ഇന്നലെ വന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തിയെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നത് സംബന്ധിച്ച പോസ്റ്റുകൾ നീക്കം ചെയ്യിച്ച സോഷ്യൽ മീഡിയ സെൻസറിങ്ങിനെതിരെ ഇന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഒരു സത്യം പറഞ്ഞുകൊണ്ടാണ് പിണറായി തുടങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തിയെ ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്ന അങ്ങനല്ല, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നാണ്. പിണറായിക്ക് കാര്യം പിടികിട്ടി, ഒരാൾ സ്വയം അവകാശപ്പെടുന്നതാണ്. അങ്ങനെ സ്വയം അവകാശപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതിനൊരു മറുപടി പറയേണ്ട ബാധ്യതയോ സമയമോ മുഖ്യമന്ത്രിക്കില്ല. അങ്ങനെ സ്വയം അവകാശപ്പെടുന്ന ഒരുത്തിനെ പിടിച്ചാൽ ആ പിടിച്ചത് വി.ഡി. സതീശൻ്റെ പോലീസ് തന്നെയാണ്, പിണറായിയുടെ പോലീസല്ല. അതിൻ്റെ പേരിൽ പത്രസമ്മേളനം നടത്തി വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ് സ്വയം അവകാശപ്പെടുന്ന ഒരുത്തനെന്ന്. എന്നാൽ ആ വാർത്ത പോലും ജനങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ സർക്കാർ ഇടപെട്ടിരിക്കുന്നു. എൻ്റെ അത് സംബന്ധിച്ച പ്രസ്താവനകളും അപ്രഖ്യാപിത സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി നീക്കം ചെയ്ത സംസ്ഥാന സർക്കാർ നടപടിയായിരിക്കുന്നു. സർക്കാർ വിശേഷിച്ചും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തുന്ന തൂഫാൻ റെയ്ഡുകൾ പ്രതിപക്ഷം എതിർത്തിട്ടില്ല. ഇതങ്ങ് നീക്കം ചെയ്തെന്ന് അവകാശപ്പെടുവാണ്. എന്നിട്ട് എന്താണ് സ്ക്രീൻഷോട്ടിൽ പറയുന്നത്? വി റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ദിസ് കണ്ടന്റ് ത്രൂ ആൻ ഓട്ടോമേറ്റഡ് സിസ്റ്റം ഇംപ്ലിമെന്റഡ് pursuant to legal requirement under Indian Information Technology Intermediate Guidelines and ഡിജിറ്റൽ മീഡിയ എത്തിക്സ് റൂൾ എന്ന് കൃത്യമായി എന്തുകൊണ്ടാണ് നീക്കം ചെയ്തത്? വി.ഡി. സതീശനെ പോലീസ് പറഞ്ഞതുകൊണ്ടല്ല, ഈ പിണറായിയുടെ പോസ്റ്റിൽ തന്നെയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ IT ആക്ടിലെ പുതിയൊരു ഡിജിറ്റൽ കോഡ്, ഇന്ത്യാസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇന്റർമീഡിയറി ഗൈഡൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് എന്ന് പറയുന്ന സാധനം അനുസരിച്ച് ഓട്ടോമേറ്റഡ് സിസ്റ്റം, അതായത് രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് ഞങ്ങൾ പൊളിറ്റിക്കൽ പോസ്റ്റുകൾ ഈ ഓട്ടോമാറ്റിക് നിർമ്മിതി ബുദ്ധികളെ സഹായത്തോടുകൂടി നീക്കം ചെയ്യുന്നു. വി.ഡി. സതീശൻ പറഞ്ഞിട്ടല്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുമല്ല. കേന്ദ്ര സർക്കാരിന്റെ നിയമം നടപ്പിലാക്കാൻ അവർ നേരത്തെ ആവശ്യപ്പെട്ടു. മെറ്റയ്ക്ക് പ്രശ്നമുണ്ട്. ആ നിയമം അനുസരിച്ച് ഓട്ടോമാറ്റിക്കായി ചിലത് പോകും, അതുകൊണ്ട് നീക്കം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് വി.ഡി. സതീശൻ ഒരു ബന്ധവുമില്ല എന്ന് പിണറായി വിജയന്റെ പോസ്റ്റിൽ തന്നെ വ്യക്തമാണ്. നാണമുണ്ടോ എന്നിട്ടും ഇങ്ങനെ പറയാൻ? ഈ ക്യാപ്സ്യൂളുകൾ സഖാക്കളെങ്കിലും വിഴുകുമോ? ഇത് സംബന്ധിച്ച് പോങ്ങുമൂടൻ ഒരു പോസ്റ്റ് എഴുതിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ക്യാപ്സ്യൂൾ നിർമ്മാണ ഫാക്ടറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്പാദകയായ സുനിത ദേവദാസ് എന്ന കാനഡക്കാരിയുടെ പോസ്റ്റിനുള്ള മറുപടിയാണ്. ക്യാപ്സ്യൂൾ കൃഷി എല്ലാ അടിമകളും ഏറ്റെടുക്കേണ്ടതുകൊണ്ട് സുനിത എങ്ങനെ എഴുതി: മേനോനെ കുറിച്ച് മിണ്ടിയാൽ മെറ്റ റിമൂവ് ചെയ്യും, ഇനി ഫോട്ടോ മാത്രമേ ഇടാൻ പറ്റൂ എന്ന് തോന്നുന്നു. വെറുതെ ഇരിക്കുന്നവരൊക്കെ ഓരോ ലൈക്ക് അടിക്കുമോ? എൻ്റെ പേജ് മിക്കവാറും മേനോൻ പൊട്ടിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഇടയ്ക്കിടെ അവരുടെ ഒരു ചിത്രം അങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ട് ലൈക്ക് ചോദിക്കുന്ന പരിപാടിയുണ്ട്. വി.ഡി. സതീശൻ നെഞ്ചത്ത് കയറിയിട്ട് സുനിത ചോദിച്ച ലൈക്കിന് പോങ്ങുമൂടൻ ഇങ്ങനെ എഴുതി: കാനഡയിൽ ശരീരം സൂക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിവേര് മാന്തുന്നതിന് മെറ്റയിൽ നിന്നും ഗൂഗിളിൽ നിന്നും അമേരിക്കൻ ഡോളറുകൾ സ്വന്തം അക്കൗണ്ടിൽ വീഴ്ത്തുന്ന കൗശലക്കാരിയാണ് ശ്രീമതി സുനിത ദേവദാസ് എന്ന കാര്യം തലയ്ക്ക് വെളിവുള്ള മലയാളികൾക്കറിയാം. ശരീരസുഖത്തിന് എന്തോ വലിയ സംഭാവന ചെയ്യാൻ വന്നവരാണെന്ന വിശ്വാസത്തിൽ അർബുദകോശങ്ങൾക്ക് അന്നം വിളമ്പുന്ന പ്രതിരോധാണുക്കളെ പോലെ അന്തം കമ്മികൾ സുനിതാ ദേവദാസിനെ പോലെയുള്ളവരെ സഖാക്കളായി ഗണിച്ച് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ നൽകി വളർത്തി. സത്യത്തിൽ സ്വയം വളരാനല്ലാതെ സ്വന്തം പങ്കാളിക്ക് പോലും ഗുണമായി ഭവിക്കാൻ കഴിയാത്തവരാണ് ഇത്തരം വ്യാജ കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ അതിലേക്കൊന്നും തൽക്കാലം പോകുന്നില്ല. സുനിതാ ദേവദാസിൻ്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് എൻ്റെ നേരെ നീട്ടി. അതുകൊണ്ട് 2 പ്രയോജനമുണ്ടായി. ഒന്ന്, സൈബർ ലോക നിവാസികളായ സഖാക്കളിൽ എത്ര മണ്ടന്മാരുണ്ടെന്ന് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും 13.5Kയിൽ കുറയാത്തത്ര വിഡ്ഢികൾ സുനിതയുടെ കസ്റ്റഡിയിൽ കഴിയുന്നുണ്ടെന്ന് ഉറപ്പിക്കാം. എന്തായാലും കമ്മികളെ കബളിപ്പിച്ച് സുനിത കൊഴുക്കുന്നതിലും പിന്തുണ നൽകിയും സഹയാത്രികയായി സഞ്ചരിച്ചും പാർട്ടിയുടെ പതനവേഗം വർദ്ധിപ്പിക്കുന്നതിലും ഈ പോങ്ങന് സന്തോഷമേയുള്ളൂ. എന്നാൽ എൻ്റെ സംശയം അതല്ല. മേനോനെ കുറിച്ച് മിണ്ടിയാൽ മെറ്റ പോസ്റ്റ് റിമൂവ് ചെയ്യും എന്ന സുനിതയുടെ പ്രസ്താവനയിലെ ആത്മരതിയുടെ കാതൽ കരുത്തിൽ എനിക്ക് സംശയമില്ല. എന്നാൽ അവരിലെ അഹന്തയ്ക്കും ആത്മസ്നേഹത്തിനും അപ്പുറം നിൽക്കുന്ന ഭോഷ്കിൻ്റെ ഊക്കിന് ഞാൻ കരുതിയതിലും കരുത്തുണ്ടോ എന്നാണ് എൻ്റെ സംശയം. മെറ്റ പോസ്റ്റ് റിമൂവ് ചെയ്താൽ അതിനർത്ഥം മെറ്റയുടെ നിയമാവലിക്ക് യോജിക്കാത്ത സാധനം സുനിത പോസ്റ്റ് എന്ന് മാത്രമാണ്. അല്ലാതെ മേനോൻ എന്തെങ്കിലും കുഴപ്പം പകരാനുള്ള ആവത് സുനിതയുടെ പോസ്റ്റിനുണ്ടെന്ന് മനസ്സിലാക്കി ആ പോസ്റ്റ് നീക്കം ചെയ്യാൻ
മെറ്റ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒന്നുമല്ല സുനിത. മെറ്റയുടെ മുതലാളി മേനോൻ വാലുള്ള ഒരുവനായിരുന്നെങ്കിൽ ജാതി സ്നേഹമെങ്കിലും ആരോപിക്കുമായിരുന്നു. സക്കർബർഗ് മേനോനല്ല, ജൂതനാണ്. ജൂതന്മാരും മേനോന്മാരും തമ്മിൽ പ്രത്യേകിച്ച് കൊടുക്കൽ വാങ്ങലൊന്നും ഇല്ലാത്തതിനാൽ പോസ്റ്റ് നീക്കം ചെയ്തത് സുനിതയുടെ പോസ്റ്റിന് മെറ്റ ആവശ്യപ്പെടുന്ന ഗുണനിലവാരം ഇല്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. പിന്നെ എൻ്റെ പോസ്റ്റ് മേനോൻ പൂട്ടിക്കുമായിരിക്കും എന്നാണ് സുനിതയുടെ പ്രയോഗം. സുനിതാ ദേവദാസെ, ശ്രീ വി ഡി സതീശൻ എന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി താങ്കളുടെ പേജിനെ പേടിച്ച് കഴിയുകയാണെന്ന് ആരാണ് സുനിതയോട് പറഞ്ഞത്? ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം എന്ത് മികവും തികവുമാണ് താങ്കൾ സ്വന്തം മസ്തിഷ്കത്തിൽ കൊണ്ടു നടക്കുന്നത്? ഇത്രയും അഹങ്കരിക്കാൻ മാത്രമുള്ള വെളിവ് മണ്ടയിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് വാമൊഴിയായോ വരമൊഴിയായോ താങ്കൾ ഒരിക്കൽ പോലും പൊതുസമൂഹത്തിന് മുന്നിൽ ആ വെളിവിൻ്റെ ഒരംശം വെളിവാക്കുന്നില്ല? അപാരമായ അഹങ്കാരവും അളവിലധികം ആത്മവിശ്വാസവും തികവത്ത ഉളപ്പില്ലായ്മയും ഉണ്ടെങ്കിൽ അരിസ്റ്റോട്ടിലിനെ പെറ്റവളെന്ന് മട്ടിൽ സംസാരിക്കാൻ സാധിക്കും. കണ്ടമാനം ജനസംഖ്യയുള്ള നാട്ടിൽ മണ്ടന്മാരുടെ എണ്ണവും ആനുപാതികമായി വർദ്ധിച്ചിരിക്കും. സ്വാഭാവികമായും നവമാധ്യമകാലത്ത് അത്തരം ഇളം ബുദ്ധരെ ഇരയിട്ട് പിടിച്ച് ഫോളോവേഴ്സ് കൂടയിലിടാൻ എളുപ്പമാണ്. പിന്നിൽ നിൽക്കുന്ന അണിയാന്മാരുടെ പൊള്ളത്തല എണ്ണി വിടുവാടിക്കുന്നതിൽ കുഴപ്പമില്ലെങ്കിലും ശ്രീ വി ഡി സതീശനിൽ പോലും ഭയം ജനിപ്പിക്കുന്ന സൈദ്ധാന്തിക രക്ഷസാണ് താനെന്ന് സ്വയം ധരിക്കുന്നത് പരിഹാസ്യമായ സംഗതിയാണ്. മംഗളം ചാനലിലെ തലപ്പത്ത് കയറിപ്പറ്റി സുനിതാ ദേവദാസിന്റെ കാര്യക്ഷമതയെപ്പറ്റി മംഗളത്തിലെ ജീവനക്കാർ പറഞ്ഞു തീർക്കാൻ കഴിയാറില്ല. സുനിതയുടെ ശരീരഭാഷ, മുഖഭാവം പ്രസരിപ്പിക്കുന്ന ആശയഗരിമ, ഭരണ നിപുണത, കാര്യപ്രാപ്തി ഇവയെപ്പറ്റി ആത്മാർത്ഥമായി പറഞ്ഞു തുടങ്ങുന്ന മംഗളം ജീവനക്കാർ വൈകാതെ മണ്ണ് കപ്പാൻ തുടങ്ങും ചിരിച്ചു ചിരിച്ച്. അങ്ങനെയുള്ള സുനിതയുടെ പേജാണോ ശ്രീ വി ഡി സതീശനെ ഭയപ്പെടുത്തുന്നത്? സത്യപ്രതിജ്ഞയുടെ സമയത്തെ സ്വന്തം പിതാവിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് മാത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സുനിതയ്ക്ക് വെറും മേനോനായി മാറിയെങ്കിൽ കുഴപ്പം സുനിതയുടെ ബുദ്ധിക്കാണ്. ശ്രീ വി ഡി സതീശന് സ്വന്തം പിതാവിൻ്റെ കാര്യത്തിൽ സംശയങ്ങളില്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് പറയും. അച്ഛന്മാരുടെ പേരുകൾ ഓർത്ത് പറയാൻ കൈകാൽ വിരലുകൾ തികയാൻ കഴിയാത്തവർ താതത്തിട്ടമുള്ള മനുഷ്യരെ പരിഹസിച്ച് കാലം കഴിക്കും. സഹമഠയരുടെ കയ്യടിയും വാങ്ങും, ഡോളറും സമ്പാദിക്കും. സത്യത്തിൽ ഈ വിഷയത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വ്യക്തമായ ഒരു വിശദീകരണമാണിത്. സോഷ്യൽ മീഡിയകൾക്കൊരു നിയമമുണ്ട്. ആ നിയമം പാലിക്കാതിരുന്നാൽ തീർച്ചയായും അവർ ഇടപെടും. നുണ മാത്രം പറയുന്ന CPM-ന് വി ഡി സതീശിനെയും UDF സർക്കാരിനെയും അപഹസിക്കാൻ നുണയുടെ കൊട്ടാരം കെട്ടിപ്പൊക്കി അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അത് നുണയാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകബുദ്ധി മെറ്റയുടെ നിർമ്മിതി ബുദ്ധിക്കുണ്ട്. അതിൻ്റെ പേരിൽ ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. സഖാക്കളെ, നിങ്ങൾക്ക് ഈ നാട്ടിൽ അധികം ആയുസില്ല. ഇത് നിർമ്മിതി ബുദ്ധിയുടെ കാലമാണ്. നിങ്ങളിപ്പോഴും പാർട്ടി സ്റ്റഡി ക്ലാസ്സിലെ ക്യാപ്സ്യൂളിൽ തന്നെ പിടിയമർത്തിയാൽ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന തെറിവിളിക്കും കൂവലിനും എണ്ണമെടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷമാവും സംജാതമാവുക.